lost all the highs and the lows. No, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay. Tell me what's wrong, why you never said you felt that way. Trying to stay strong and fake a smile until I look away. But I want you too long, hurt to watch your blue eyes fade to gray. You fade
ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും ദൈവമായ കർത്താവേ, അങ്ങേതാകുന്നു ഞങ്ങൾ വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ എല്ലാ നന്മകൾക്കായും നന്മ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനുഷ്യബന്ധങ്ങൾക്കായും പ്രത്യേകിച്ച് വിവാഹം എന്ന വിശുദ്ധ അവസ്ഥയ്ക്കായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുന്ന് വിവാഹത്തിലൂടെ നിയോഗിച്ചിരിക്കുന്ന വിശുദ്ധിക്കായും പാവനമായ സ്നേഹമെന്ന അനുഗ്രഹത്തിനായും സ്തോത്രം. ജീവന്റെയും നിത്യമായ സ്നേഹത്തിന്റെയും സകല സന്തോഷത്തിന്റെയും ദാനമായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ ദാസനായ സൂരജിനെയും ധനജനെയും അവിടുന്ന് ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുകയാണ് സ്തോത്രം. പാവനവും നിത്യവുമായ ബന്ധത്തിലൂടെ അവർ ഒന്നായി ചേരാൻ അവിടുന്ന് തികച്ചു ചെയ്യണമേ. അവർ അന്യോന്യ വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനുള്ള കൃപ പകരണമേ. ദൈവം നൽകുന്ന ആയുസ്സിന്റെ ഓരോ നാളും കൂട്ടായി വസിക്കുവാൻ കൃപ നൽകണമേ. അവിടുത്തെ സഹായം കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. സൂര്യന്റെയും ധനജയുടെയും അവിടുത്തെ ആത്മാവിനെ പകരുകയും സ്നേഹത്തിലും ഐക്യത്തിലും നിലനിൽക്കുവാൻ കൃപ നൽകുകയും ചെയ്യണമേ. ദൈവാശ്രയത്തോടെ അവിടുത്തെ സ്നേഹത്തിന്റെ പരിപാലനത്തിൽ ആശ്രയിക്കുവാൻ കൃപ നൽകണമേ. അവിടുത്തെ കൃപ കൊണ്ട് എല്ലാവരെയും കൂട്ടായ്മയും കാത്തുകൊള്ളണമേ. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം നിയമിച്ച ഒരു ജീവിതാവസ്ഥയാണ്. ഇത് പരിപാലനമായ ഘട്ടങ്ങളുടെ ഓർമ്മിക്കുന്ന വിശുദ്ധത്തിനോട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗലീലയിലെ ധാരാളം വെച്ച് തന്റെ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ച് സിദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ കർത്താവ് പറയുന്നത് കേട്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനുള്ള മനുഷ്യൻ അത്രയും അമ്മയും അവരുടെ ഭാര്യയോട് വെച്ച് ഇതുവരെ ദൈവമായി തരും. അതുകൊണ്ട് അവർ നേരാൽ രണ്ടല്ല ഒന്നത്ര. ആദ്യ ദൈവം യോജിച്ചതിനെ മനുഷ്യൻ വേർതിരിച്ചത്. അതുകൊണ്ട് നിസ്സാരമായോ അഭിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏത് ഉദ്ദേശങ്ങൾക്കായി നിയമിക്കപ്പെടുകയും ഗൗരവപൂർവ്വം ചിന്തിച്ച് സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെടുന്നു.
ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് പ്രകൃതിസഹജമായ വികാരങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ സാമൂഹ്യം നേടാൻ കഴിയും. ദൈവത്തിന്റെ രക്ഷക്കായി യേശുക്രിസ്തു നടത്തുന്ന കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ചു വളർത്തുകയാണ്. ദാമ്പത്യത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിക്കപ്പെട്ടു. മനുഷ്യ സമൂഹങ്ങളുടെ അടിസ്ഥാനത്തിന്റെ നിലനിൽപ്പിനായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ബന്ധിച്ച് ചേർക്കപ്പെടാനായി ഇവരോട് ആഗ്രഹിക്കുന്നു. അതിനാൽ സഭയുടെ വ്യവസ്ഥകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് അനുസൃതമായി ഇവർ വിവാഹം ചെയ്തുകൊണ്ടാക്കുന്നതിന് തക്കകാലം പഠിക്കാൻ നിങ്ങളുടെ ആഗ്രഹം കഴിയുകയും അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇതിനെ ഒരിക്കലും പറയാതിരിക്കണം. സൂരജ്, ഖനിജ, നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണം കൊണ്ടും നിങ്ങൾ ഇരുവരും കാര്യങ്ങളുമായി നീങ്ങും. അതിപ്പോൾ പറയണമെന്ന് ദൈവമുൻപാകെ നിങ്ങൾ എന്തുകൊണ്ടും നിഷ്പക്ഷയായി കൽപ്പിക്കുന്നു. നമുക്ക് വീണ്ടും വായസഭത്തോടൊപ്പം ഇനി മംഗളാശംസിക്കാനുള്ളതാണ്.
അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യം ഉത്തരമായി ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ. ഞങ്ങളുടെ വിദ്യാഭ്യാസ ആശ്രയം ഒരുമിച്ച് നിർമ്മിക്കുന്നുവല്ലോ. ഇവിടെ വിവാഹത്തെ ഞങ്ങളുടെ കൃഷികളെ പ്രവേശിക്കാനും തങ്ങൾ ചെയ്യുന്ന കൃത്യങ്ങൾ സത്യമായി പാലിക്കുവാനും അങ്ങനെ കുടുംബങ്ങളെ സമ്പന്നരാക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രായമായ യേശുക്രിസ്തുവിനോട് ഞങ്ങളുടെ ഏറ്റവും വിനയമായ യേശുവിനോട് ആമേൻ ഭാര്യയായി കിട്ടുന്നത് അവളോട് മാത്രം ചേർന്നിരിക്കുന്നു. പുരുഷനെ ഞങ്ങളുടെ ഭർത്താവായി കിട്ടുന്നത് അവളോട് മാത്രം ചേർന്നിരിക്കുന്നു. മാതാപിതാക്കൾ മുമ്പോട്ട് വന്നു, സൂര്യന്റെ മാതാപിതാക്കൾ മുമ്പോട്ട് വന്നു, കരം പിടിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും എന്റെ ഭാര്യയെ ഏറ്റുകൊള്ളുന്നു. അതിനെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. സൂരജ് ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ ഓർമ്മിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും അനുസരിപ്പാനും എന്റെ ഭർത്താവായി ഏറ്റുകൊടുക്കുന്നു. അതിനെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേൾക്കുന്നത് ഞങ്ങൾ സാക്ഷികളും ഈ താങ്ങിയുമായിട്ടുണ്ട്. കൊടുക്കുന്നതിന് മുകളിൽ കഴിക്കുന്നതിന് മുകളിൽ അന്യോന്യ വിശ്വത്തിൽ വസിക്കേണ്ടത് യോഗാനത്തെയും മറ്റുപോകാത്ത സ്നേഹത്തിലുള്ള സമ്മതരാക്കുന്നുണ്ട്. ദേശീയമായ നാം പ്രവേശിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും മറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായ ഈ താലി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കിക്കൊള്ളുന്നു. നിത്യമായ വിശ്വസ്തതയുടെയും മറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായ ഈ താടി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. നമ്മളിൽ
ദൈവത്തിന്റെ സന്നിധിയിലും ഈ സഭായോഗത്തിലൊക്കെ പരസ്പരം കമ്പനി ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിന്റെ നിയമം വരുമ്പോൾ ഭർത്താവും ഭാര്യയുമായിരുന്നു എന്ന് എല്ലാവരുടെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികൾ കുടുംബ അംഗങ്ങൾക്ക് ഈ സമൂഹത്തിന് ലഭ്യമാകുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരു പ്രാർത്ഥിക്കാം. ഇവരുടെ ഉപരിപരമാകുന്ന നിലനിന്ന് സഭയുമായിട്ടുള്ള ബന്ധവും പിന്തുടരുന്നു. അനവധിയായിട്ടുള്ള നന്മകൾ കൊണ്ട് നിറയണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. കാലാകാലങ്ങളിൽ ഈ പ്രിയ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാവരും നന്മകളും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപരമായി ആരംഭിക്കും. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും കരുണാൻ ഞങ്ങളുടെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അനേക അനുഗ്രഹം അയക്കണം. വാക്കുകളും നിശ്ചയമായി പ്രമാണിച്ച് സ്നേഹത്തോടും സമാധാനത്തോടും ഒന്നിച്ച് പാർക്കും. അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കാം. കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കട്ടെ. കർത്താവ് തന്റെ കർമ്മങ്ങളുടെ കൃപകളാശിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുഗ്രഹമായി പ്രാർത്ഥിക്കണം. നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങളും കൃപ കൊണ്ട് നടക്കുവാൻ
ഉണ്ടാകട്ടെ. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിലനിൽക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കടക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിർമ്മിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനോടൊന്ന് ത്യജിച്ചു വന്നു. ഇപ്പോൾ നാം കണ്ണാടി കടമടിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് താഴ്വീകവും പാതയ്ക്ക് പ്രകാശമായി തീരട്ടെ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സുഹൃത്ത് അനില എന്നീ മക്കൾക്ക് എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ദൈവവും ദൈവം നമ്മുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ഉപയാളത്തെ ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ മുഖാന്തരങ്ങളിലൂടെ ഈ നാളുകളിൽ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ അറിവുകൾ നിങ്ങൾ നേടിയിട്ടുണ്ട്. ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേർതിരിയാൻ കഴിയാത്ത ഒരു ബന്ധമാണ് ദൈവം അനുഗ്രഹിച്ച അതിരിക്കുന്നത്. ഇത് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ അവസരങ്ങളിലും ഒരുമിച്ച് നിൽക്കാനായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ച് അനുഗ്രഹിച്ച് കുടുംബജീവിതം മഹനീയമായ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നൽകുന്ന കാഴ്ചപ്പാട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. നിലനിൽപ്പ് തന്നെ സ്നേഹത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷവും അനുഗ്രഹവും സ്നേഹത്തിലാണ്. അത് നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവം കൃപ നൽകട്ടെ. ഒപ്പം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം, നിങ്ങളെ വളർത്തി വലുതാക്കിയ സഭയോടുള്ള ഉത്തരവാദിത്വം, നിങ്ങളുടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം പകരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതമാണ്. നിങ്ങൾ ഒരുമിച്ച് പങ്കുചേരുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമാവും. അങ്ങനെ ധന്യമായ ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ സ്വപ്നം കാണുന്ന എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ള വൈദികരുടെയും ഗായക സംഘാടനങ്ങളുടെയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരുടെയും നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
വിവാഹ ശുശ്രൂഷയുടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികളെ അവരുടെ മാതാപിതാക്കൾ അവരുടെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിനുള്ള എൻ്റെ സ്നേഹമാണ്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ദമ്പതികൾ ഈ സഭയുടെ ആരംഭകാലം മുതൽ സഭ അംഗങ്ങളായി സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലുള്ള ശക്തമായ നേതൃത്വം ചെയ്ത് ഇതുവരെ പ്രവർത്തിച്ചു വന്നവരാണ്. നിന്നുള്ള ഏറ്റെടുക്കുകയും വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും വളരെ സമർപ്പണത്തോടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയോടെ ചെയ്ത് പൂർത്തീകരിച്ച ചെയ്യപ്പെട്ടവർ ഇന്ന് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നു. കുടുംബജീവിതത്തിൽ വളരെ ഭംഗിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹിക്കുന്ന ദൈവിക ദാനങ്ങൾ ഒന്നിനും മുട്ടുവയ്ക്കാവുന്ന ദൈവം ദിനംതോറും നമുക്ക് മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സഭയുടെ എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് നൽകുന്ന സ്നേഹോപകാരം സഭയായി നൽകുന്ന സ്നേഹോപകാരം ഇരുവരും ചേർന്ന് ഏറ്റെടുക്കുവാനായിട്ട് ഒന്നുകൂടെ ഇവിടെ ശരി. ഒന്നുകൂടെ കിട്ടില്ല. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ദൈവനാമത്തിൽ ആശംസകൾ പ്രസക്തി. നമ്മോടൊപ്പം ആയിരുന്നത് ദക്ഷിണേന്ത്യ സഭയുടെ അംബേദ്കറും ദക്ഷിണ കേരള മഹാനഗരങ്ങളുടെ ബിഷപ്പും അഭിമന്യ ധർമ്മരാജ പ്രസ്ഥാനം അദ്ദേഹം സഭകൾക്ക് ശക്തമായ നേതൃത്വം നൽകുന്നത് ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അനുഭവിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. അതിനെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പം അടുത്തത് വിവാഹ ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും നമുക്കും പ്രദേശത്തിന് വിവാഹത്തിലായ കുഞ്ഞുങ്ങൾ ഏറ്റവും അനുഗ്രഹമായിട്ട് എല്ലാ വൈദികരുടെയും ഇവിടെ സന്നിധികളായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പങ്കെടുക്കുന്നത് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൃത്യമായ നന്ദിയും സന്തോഷവും അറിയിക്കുകയും വിഷമമായിരുന്നു. ഒരു നമ്മുടെ മകളുടെ വ്യക്തി അനുഗ്രഹങ്ങളുടെ ധീരമായ നൽകുന്നതിൽ ഓരോ സാന്നിധ്യവും നമുക്കെല്ലാം അനുഗ്രഹമാണ്. അവരോടുള്ള പ്രത്യേകമായ അംഗീകാരത്തോടെ ഈ സമയം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചുരുങ്ങിയ വിവാഹ സന്ദേശം നൽകിയത് സ്നേഹവും ബഹുമാനമുള്ള സ്റ്റാൻലി ജോൺസ് അച്ഛനാണ്. അദ്ദേഹത്തിനോടുള്ള പ്രത്യേകമായ അംഗീകാരത്തോടെ ലഭിക്കുന്നു. നമ്മളൊപ്പം നിരവധി വൈദികരുണ്ട്, സഭാശിഷ്യരുണ്ട്. പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് ശക്തമായ ലഭിക്കുന്ന സ്നേഹമുള്ള രാജ്യശിഷ്യർ ഉണ്ട്. പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ഈ സഭയ്ക്ക് അനുഗ്രഹമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്ന് മനോഹരമായ ഗാനങ്ങൾ ആരംഭിച്ച് ഈ ശുശ്രൂഷയിലും നിർമ്മാണത്തിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി ഉറപ്പാട് അറിയിക്കുന്നു. ഇന്ന് ഈ അവരുടെ സൃഷ്ടി സംബന്ധിച്ച് അനുഗ്രഹിക്കാനായി ആശീർവദിക്കാനായിട്ട് അവരെത്തിച്ചേർന്നിട്ടുള്ള ബന്ധുക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, സ്നേഹിതർ, മാതാപിതാക്കൾ, പ്രത്യേകിച്ചും ഈ സഭയിലെ സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, സംഘടനാ പ്രവർത്തകർ എല്ലാവരോടുമുള്ള നന്ദി ഉറപ്പാട് അറിയിക്കുന്നു. ഓരോരോ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ജീവിതത്തിൽ പങ്കാളിയായ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായെ അങ്ങയുടെ ദാസരുടെ ഭവനത്തിൽ അങ്ങനെ കർത്താവും രാജാവുമായി വാഴണം. അങ്ങ് മനുഷ്യരെ ശുശ്രൂഷിച്ചതുപോലെ
ഇവരും മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ വരം നൽകിയവൻ തങ്ങളുടെ ചുറ്റുപാടുള്ളവരുടെ മധ്യത്തിൽ വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും അങ്ങയുടെ രക്ഷന്റെ സ്നേഹത്തെ സാക്ഷിപ്പാൻ ഇവർക്ക് കൃപ നൽകിയവൻ അങ്ങയുടെ വിശുദ്ധനാമത്തിന്റെ രക്ഷയ്ക്കായി ഇത് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും എന്നും ഏകമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നുവല്ലോ. ആമീൻ. കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് അവിടുന്ന് ആകുന്നുവല്ലോ. സൂര്യന്റെയും സന്ധ്യയുടെയും മേൽ അവിടുന്ന് കൃപ പകരണമേ. ഉത്തരവാദിത്തമുള്ള കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സന്താന സൗഭാഗ്യം നൽകി ഇവരെ ആശീർവദിക്കുകയും അങ്ങേക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ശുശ്രൂഷയിലും ഇവർ വളരുവാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഇന്ന് വിവാഹത്തിൽ സാക്ഷ്യം വഹിച്ച വിവാഹിതരായ എല്ലാവർക്കും അവരുടെ വിവാഹത്തിന്റെ പ്രതിജ്ഞകൾ പുതുക്കാൻ ജ്ഞാനം നൽകണമേ. എല്ലാ ഭാര്യാഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അന്യോന്യമുള്ള സ്നേഹത്തിൽ വളരാനും ദൈവരാജ്യത്തിന്റെ അടയാളമായി പരസ്പരം ശുശ്രൂഷിക്കുവാനുള്ള കൃപ പകരണമേയും സാക്ഷികളായിരിക്കുവാൻ സഹായിക്കണമേ. അങ്ങനെ അവരുടെ ആത്മാവിന്റെ പ്രവർത്തനത്തിൽ ഉപകരണങ്ങളാകാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്ന് വിവാഹിതരായ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ നവദമ്പതികളോട് ഇന്ന് തന്നേക്കും കൂടെ ഇരിക്കുവാനാകട്ടെ. ആമേൻ. This
നിത്യം നടത്തിയിടണമേ എന്റെ ഗീതം പോലെ എൻ പിതാവേ എൻ യഹോവേ എന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലയാടിയാൻ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ
ജ്ഞാനം എന്നിൽ നാഥ നീ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അപ്പനെ നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ ആയുഷ്കാലമൊക്കെ നീ എരിച്ചിരുന്ന നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല കുടുംബത്തിനും പെരുവരുവാൻ കാരണപ്പുതനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സത്യപിതാവേ, ഈ അനുഗ്രഹപ്പെട്ടതായ ദിനത്തിൽ ഒരു പുതിയൊരു കുടുംബം കൂടെ ഈ കുടുംബത്തെ സ്ഥാപിതമാകുവാൻ തക്കവണ്ണം തിരുവുള്ളം പ്രസാദിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നതാണ്. ആ ദേശമേ ദൈവാലയത്തിൻ്റെ തിരുസനിൽ വെച്ച് ഉഭയസമിതങ്ങൾ കൈമാറിയ പ്രിയപ്പെട്ട മക്കളെ ദൈവരങ്ങൾ സമർപ്പിക്കുന്നു. കഥാവെ സൂരജിനെയും ധനുഷയും ദൈവകരും തരുനാഥ, പ്രിയപ്പെട്ട മക്കളെ ദൈവമേ ദൂരെ നടത്തിയതിനായി നന്ദി പറയുന്നു. കഥാവയുടെ ശൈശവ പ്രായം മുതൽ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറച്ച് ആവശ്യമാകുന്ന എല്ലാ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ വഴി നടത്തി കർത്താവെ മാതാപിതാക്കളുടെ പരിപാലനയാൽ ഏറ്റവും അനുഗ്രഹമായ ഒരു ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ സഹായിച്ചു. അവർക്ക് ആവശ്യമാകുന്ന വിദ്യാഭ്യാസം നൽകി അതോടൊപ്പം സഭയോട് ചേർന്ന് ആത്മീക പഠനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാനും ദൈവിക വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവമേ ഈ സമയത്ത് ദൈവം അവരുടെ ജീവിതത്തിൽ ദൈവം ദാനമായിട്ട് നൽകിയ കുടുംബജീവിതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവരുടെ ആലയത്തിലൂടെ ഏറ്റുചൊല്ലിയതായിട്ടുള്ള പ്രതിജ്ഞാവാചകങ്ങളെല്ലാം അവരുടെ ജീവപര്യന്ത വിശ്വസ്തയോടുകൂടെ തന്നെ ആയിരിക്കുവാതെ ഗുണം സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നന്മമായ സാന്നിധ്യമുണ്ട്. ഈ വിഭാഗത്തെ ഏറ്റവും ധന്യമാക്കിയ വിധങ്ങൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയമുള്ളവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതാഥ. ഈ ഒരു സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തോളം അനുഗ്രഹമായിട്ട് ഈ വിഭാഗത്തിന് മറ്റൊരു തടസ്സങ്ങൾ വരാതെ വണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നന്മകളും നൽകിയാൽ സ്തുതിക്കുന്നു. കാലാവസ്ഥയെല്ലാം അനുഗ്രഹമാക്കി തന്നതിനായി നന്ദി പറയുന്നതാണ്. ശുശ്രൂഷകരുടേതായിട്ടുള്ള സാന്നിധ്യമുണ്ട്. ശുശ്രൂഷകളുകൊണ്ട് ധന്യമാക്കിയതിനായി നന്ദി പറയുന്നതാണ്. കർത്താവെ ഇന്ന് നിനക്ക് മറ്റൊരു ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. കർത്താവെ പാലിക്കുന്ന ഭവനം ഇതിനേറ്റവും അനുഗ്രഹപ്പെടുവാൻ സഹായിക്കുക അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിക്കട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും തുടർന്നുകൊണ്ട് വഴി നടത്തണമേ. യേശു വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടേക്ക് നല്ല പിതാവേ, ആമേൻ. പരിശുദ്ധാത്മാവാം ഏക ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നാം ഇവരോടും പ്രിയപ്പെട്ടവരുടെ യാത്രയോടും
തീർച്ചയായിട്ടും